1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. ഇനി കേരളയല്ല സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്ഥിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. तब से एक बड़ी डिमांड थी कि केरला का नाम केरलम होना चाहिए, जो कि मलयालम भाषा में केरलम कहा जाता है, इसलिए इसका नाम केरलम होना चाहिए. ये बड़े लंबे टाइम से डिमांड रही है. इस डिमांड को आज यूनियन कैबिनेट ने अप्रूवल दिया. ബില്ല് രാഷ്ട്രപതി കേരള നിയമസഭയ്ക്ക് അയക്കും. 2024 ജൂൺ 24 നിയമസഭ പേരുമാറ്റത്തിനായി പ്രമേയം പാസാക്കിയത്. ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേരളം എന്നാക്കി ഭേദഗതി വരുത്തുന്നതിനാവശ്യമായ നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം കൈക്കൊള്ളണമെന്ന് ഈ സഭ ഐകകണ്ഠ്യേന ആവശ്യപ്പെടുന്നു. സർ, ഇതാണ് പ്രമേയം. ഇത് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമധേയം ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം 9/8/2023 നിയമസഭ ഐകകണ്ഠ്യേന പാസാക്കിയിരുന്നു. പ്രസ്തുത പ്രമേയത്തിൽ ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരള എന്ന പേര് കേരളം എന്നാക്കി ഭേദഗതി ചെയ്യുന്നതിനും 8-ാം പട്ടികയിൽ പറയുന്ന എല്ലാ ഭാഷകളിലും നമ്മുടെ നാട് കേരളം എന്ന പേരിൽ മാറ്റണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ തുടർന്നുള്ള പരിശോധനയിൽ പട്ടിക 1-ൽ മാത്രം ഭേദഗതി മതിയാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ബൽറാം നെടുങ്ങാടി കൂടി ചേർന്നുണ്ട്. ബൽറാം, അങ്ങനെ ഏറെ നാളത്തെ ഒരു ആവശ്യം ഇനി കേരളയല്ല, അത് കേരളമായി മാറുകയാണ്. ബൽറാം. ശ്രീനിധി, പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്ഥിൽ ചേർന്ന ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ ആദ്യ തീരുമാനമായാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള ഒരു ആവശ്യം അംഗീകരിക്കപ്പെടുന്നത്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ സംസ്ഥാന രൂപീകരണം ഉണ്ടായ ഘട്ടം മുതൽ തന്നെ ഈ ആവശ്യം നിലനിൽക്കുന്നുണ്ട് എന്ന് വിശദീകരിച്ചു. ഈ തീരുമാനം എന്തായാലും കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ തുടർ നടപടിയായി രാഷ്ട്രപതി പുതിയ ബില്ല് സംസ്ഥാന നിയമസഭയ്ക്ക് അയക്കും. കേരള പേരുമാറ്റ ബില്ല് 2026 എന്ന പേരിലുള്ള ബില്ല് സംസ്ഥാന നിയമസഭ അതിൻ്റെ തീരുമാനം അറിയിച്ച് തുടർന്നായിരിക്കും തുടർ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക. ഇക്കാര്യത്തിൽ ബില്ല് പാർലമെന്റിലും പാസ്സാക്കേണ്ടത് ആവശ്യമാണ്. വരുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2-ാം പാദത്തിൽ തന്നെ ഇത് പാസ്സാക്കാൻ ആവശ്യമായ നീക്കങ്ങൾ ഉണ്ടാകും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യക്തമാകുന്നത്. കേരളം നേരത്തെ തന്നെ 2023 തന്നെ ഇതിനായി പ്രമേയം പാസ്സാക്കിയിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ, പ്രത്യേകിച്ച് 1-ാം ഷെഡ്യൂൾ മാത്രം ഭേദഗതി മതി എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് ആ ഒരു പ്രമേയം മടക്കി അയക്കുകയായിരുന്നു ആഭ്യന്തര മന്ത്രാലയം. പിന്നീടാണ് 2024 ജൂൺ 24 വീണ്ടും കേരള നിയമസഭ ഐകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചത്. 1.5 വർഷമായി അക്കാര്യത്തിൽ തീരുമാനം എടുത്തിരുന്നില്ല കേന്ദ്ര സർക്കാർ. തുടർന്ന് കഴിഞ്ഞ മാസങ്ങളിൽ സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേരളത്തിൻ്റെ പേര് കേരളം എന്ന് ആക്കി മാറ്റണം, ഹിന്ദിയിലും ഇംഗ്ലീഷിലും കേരൾ എന്നുപയോഗിക്കുന്നതിന് പകരം മലയാളത്തിലുള്ള കേരളം ആക്കി മാറ്റണം എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ ഒരു ഐകകണ്ഠമായ ആവശ്യമാണ് എന്ന കാര്യം ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ദീർഘനാളായുള്ള കേരളത്തിൻ്റെ ഈ ഒരു ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശ്രീനിധി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.